സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്നുള്ളതാണ് ഈ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 10 ലോകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് യൂണിറ്റ് 9ലുള്ള വീഡിയോ സീരീസ്. ഇതിന്റെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗം കാണുവാനായി പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതോടൊപ്പം തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിയമങ്ങളെ പറ്റി പഠിക്കുമ്പോഴുള്ള അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പ്രധാനമായും പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതും അതിനോടൊപ്പം പഠിച്ച കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് നോട്ട് തയ്യാറാക്കുക എന്നുള്ളതും പ്രാധാന്യമേറിയതാണെന്ന് ഓർക്കുക. മുൻപത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് പോസ്റ്റ് ചെയ്ത് ഇത് വായിക്കാവുന്നതാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പഠിച്ചു തുടങ്ങുമ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട്സ് ആക്ട് 1872 പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ സീരീസിലെ വീഡിയോ ലെക്ചറിന്റെ ഭാഗം 1 അതായിരുന്നു. ആ ആക്ട് പരിശോധിക്കുകയാണെങ്കിൽ 76 മുതൽ 123 വരെയുള്ള സെക്ഷൻസ് ആ ആക്ടിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. ബെയർ ആക്ട് നോക്കുകയാണെങ്കിൽ 76 to 123 സെക്ഷൻസ് അതിൽ കാണാൻ സാധിക്കില്ല. മുൻപ് സെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റി പറഞ്ഞിരുന്നതും ഇന്ത്യൻ കോൺട്രാക്ട്സ് ആക്ട് ഓഫ് 1872 അതിനെ മാറ്റി പുതിയൊരു നിയമമാക്കിയപ്പോഴാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഉണ്ടായതെന്ന് അറിഞ്ഞിരിക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ഈ നിയമങ്ങളൊക്കെയും നിലവിൽ വന്നത്. ഇതിൽ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച് എന്താണ് ഗുഡ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. 1882 തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്നുള്ളതാണ് ഇമ്മൂവബിൾ ഗുഡ്സിനെ പറ്റി അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡീൽ ചെയ്യുന്നത് മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. മൂവബിൾ ആയിട്ടുള്ള വസ്തുക്കളെ പറ്റി. എന്താണ് ഇമ്മൂവബിൾ? നമ്മുടെ വസ്തുവകകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമ്മൂവബിൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. ആ ആക്ടിൽ പറയുന്നതാണ് 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്നതാണ് ഗ്രോയിങ് ക്രോപ്സ്, സ്റ്റാൻഡിങ് ടിമ്പർ ആൻഡ് ഗ്രാസ്, ഇത്തരം കാര്യങ്ങൾ ഇമ്മൂവബിൾ ഗുഡ്സിനകത്ത് വരില്ല. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ പരിധിയിലാണ് ഭക്ഷ്യവിളകൾ, നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന വസ്തുക്കൾ, മരത്തിന്റെ തടി, അതുപോലെ പുല്ല് എന്നിവ ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിലെ ഡെഫിനിഷന്റെ കീഴിലാണ് വരുന്നത്. ആ കാര്യം പ്രത്യേകമായി നോട്ട് ചെയ്യുക. ഭൂമിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഗുഡ്സിന്റെ ഡെഫിനിഷനിലാണ് വരുന്നത്. ഓൾഡ് കറൻസി, മണി ആൻഡ് കറൻസി എന്നുള്ളത് എക്സ്ക്ലൂഡഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അത് ഗുഡ്സിന്റെ പരിധിയിലല്ല വരുന്നത്. പക്ഷേ ഓൾഡ് കറൻസി, എന്തുകൊണ്ടാണ് ഓൾഡ് കറൻസി എടുത്തു പറയുന്നത്? ഓൾഡ് കറൻസി ഒരു കളക്റ്റബിൾ ഐറ്റം ആണ്, അതിനെ സെല് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓൾഡ് കറൻസി ഗുഡ്സിന്റെ ഡെഫിനേഷനിൽ വരുന്നതാണ്. അടുത്തതാണ് വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി എന്നിങ്ങനെയുള്ളതെല്ലാം ഗുഡ്സിന്റെ പരിധിയിലാണ് വരുന്നത്. അതുപോലെ ട്രേഡ് മാർക്ക്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഒരു കമ്പനിയുടെ ഗുഡ് വിൽ, ഇത്തരം കാര്യങ്ങളും ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷനിൽ ഇൻക്ലൂഡഡ് ആണെന്ന് ഓർക്കാം. അടുത്തതാണ് ഷെയർസ്, സ്റ്റോക്ക് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളും സാധാരണ ഗുഡ്സിന് പുറമെ പ്രത്യേകമായി ഇതിൽ വരുന്നുവെന്ന് ഓർത്തുവെക്കുക. എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. മണി ആൻഡ് കറൻസി, അതുപോലെ ആക്ഷനബിൾ ക്ലെയിം. ബാക്കി കാര്യങ്ങളെല്ലാം വേർഡ് മീനിങ്ങിൽ നിന്ന് ക്ലിയർ ആണെങ്കിലും ആക്ഷനബിൾ ക്ലെയിം എന്താണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റുകൾ, നമ്മളിപ്പോൾ ഒരു കടം ഒരു സുഹൃത്തിന് കൊടുത്തു, അതൊരു ആക്ഷനബിൾ ക്ലെയിം ആണ്. പക്ഷേ അത് ഗുഡ്സിന്റെ നിർവചനത്തിന് പുറത്താണ്. എന്നാൽ ബാങ്കിൽ നിന്ന് എടുത്ത സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ഈ ആക്ഷനബിൾ ക്ലെയിം എന്നുള്ള ഡെഫിനേഷന്റെ ഉള്ളിൽ വരില്ല എന്നുള്ളതും ഓർത്തിരിക്കാം. അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ആണ് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്ന അൺസെക്യൂർഡ് ലോൺസിനെ ഗുഡ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കില്ല. അത് എക്സ്ക്ലൂഡഡ് ഐറ്റം ആണെന്നും പ്രത്യേകം അറിഞ്ഞിരിക്കുക ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഡെഫിനേഷനിൽ. അടുത്തതായി പലതരത്തിൽ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറിയാണ് എക്സിസ്റ്റിംഗ് ഗുഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ സമയത്ത് കോൺട്രാക്ട് ഓഫ് സെയിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ടു സെൽ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ഒരു സ്ലൈഡിൽ കാണാം. അങ്ങനെ സെയിൽസിനായിട്ടുള്ള ആ കച്ചവടം നടത്തുന്ന കോൺട്രാക്ട്, വെർബലോ നോൺ വെർബലോ ആവാം കോൺട്രാക്ട്, ആ സമയത്ത് ആ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ എക്സിസ്റ്റിംഗ് ഗുഡ് എന്നാണ് വിളിക്കുന്നത്. അതിന് തന്നെ 3 സബ് കാറ്റഗറികളും ഉണ്ടെന്ന് നമുക്ക് കാണാം. ഒന്നാമത്തേതാണ് സ്പെസിഫിക് ഗുഡ്, അടുത്തതാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്, അടുത്തതാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്നുള്ളത്. സ്പെസിഫിക് ഗുഡ്, ഇപ്പോൾ ഒരു പ്രത്യേക വസ്തുവാണ് നമ്മൾ
വാങ്ങുവാൻ വേണ്ടി കോൺട്രാക്റ്റിന് എത്തുന്നത് അല്ലെങ്കിൽ സെയിലിന്റെ പരിധിയിൽ വരുന്നതെങ്കിൽ അതാണ് സ്പെസിഫിക് ഗുഡ്. റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത യുണീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം. നമ്മളിപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ പോയി ഒരു പ്രത്യേക നായക്കുട്ടിയെ വാങ്ങിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു തത്തയെ വാങ്ങാൻ തീരുമാനിച്ചു. അത് സ്പെസിഫിക് ഗുഡ്സിന്റെ പരിധിയിൽ വരുന്ന ഒരു സാധനമാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പെയിന്ററുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങിന്റെ ഒറിജിനൽ കോപ്പി വാങ്ങുവാനുള്ള കോൺട്രാക്റ്റിലാണ് നമ്മൾ ഏർപ്പെടുന്നത്. ആ കേസിലും അതൊരു സ്പെസിഫിക് ഗുഡ് ആണെന്ന് പറയാം. അടുത്ത കാറ്റഗറൈസേഷൻ ആണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഒരു വലിയ ലോട്ടിൽ നിന്ന് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനെ അൺഅസർട്ടൈൻഡ് ഗുഡ് എന്ന് പറയാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു പലചരക്ക് കടയിൽ ചെല്ലുന്നു. അവിടെ ഒരു 15 ചാക്ക് അരി, അല്ലെങ്കിൽ 10 20 എത്രയോ കുറച്ചധികം അരി ചാക്കുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പണം കൊടുത്താൽ പോലും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ മുഴുവൻ അരിയെയും കൂടി നമുക്ക് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയാം. അതിൽ നിന്ന് ഒരു ഭാഗം നമുക്കായിട്ട് തരും. പക്ഷെ ആ തരുന്ന പ്രോസസ്സിന് മുമ്പ് നമ്മൾ അവിടെ ചെന്ന് ഒരു ചാക്ക് അരി വേണമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുമ്പോൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സിന് മേലാണ് ആ കോൺട്രാക്ട് നടക്കുന്നതെന്ന് ഓർക്കാം. ഇനി എന്താണ് അസർട്ടൈൻഡ് ഗുഡ്? നമുക്ക് 5 കിലോ അരി മതി. അപ്പോൾ 50 കിലോയുടെ ഒരു ചാക്കിൽ നിന്ന് 5 കിലോ അരി മാത്രമായി നമുക്ക് തരാനായി അളന്നു തൂക്കി. അപ്പോൾ അത് അസർട്ടൈൻഡ് ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറി. ഒരു വലിയ ലോട്ടായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്. അതിൽ നിന്ന് ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് തരാം. നമുക്ക് തരാൻ വേണ്ടി, ബയർക്ക് തരാൻ വേണ്ടി ആ ഭാഗം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ അത് അസർട്ടൈൻഡ് ഗുഡ് ആവുമെന്നും മനസ്സിലാക്കിയിരിക്കും. ലോജിക്കലായിട്ടുള്ള കാര്യമാണ്, ഒരു മിനിറ്റ് ചിന്തിക്കാനായിട്ട് എടുക്കാം. അടുത്തതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. ഇപ്പോൾ വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടില്ലാത്ത ഗുഡ്സ് ആണ് ഫ്യൂച്ചർ ഗുഡ്സ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അത് വിൽപ്പന നടത്തിക്കൊള്ളാം എന്നുള്ള കോൺട്രാക്റ്റിലായിരിക്കും ഈ കേസിൽ ഏർപ്പെടുന്നത്. നിങ്ങൾക്ക് വലിയൊരളവിൽ സ്വർണ്ണാഭരണങ്ങൾ വേണം. അതിനൊരു നിശ്ചിത തുക കൊടുത്ത് ഇന്ന ഡേറ്റിൽ വാങ്ങിച്ചു കൊള്ളാമെന്ന് നമ്മൾ ഒരു ജ്വല്ലറി ചെന്നൊരു വെർബലോ നോൺ വെർബലോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ഗുഡ്സിന്റെ സെയിലിനുള്ള ഉദാഹരണമാണ്. ആ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു 100 പവൻ നിങ്ങൾ വാങ്ങാൻ പോവുകയാണ്. 100 പവൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ല, പക്ഷെ അടുത്ത മാസം 15-ാം തീയതി 100 പവൻ നമുക്ക് തന്നോളാം എന്നുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അഡ്വാൻസായി 10-20% നമ്മൾ ആ സ്വർണ്ണക്കടയിൽ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് നമുക്ക് ആ സ്വർണ്ണാഭരണം വേണ്ടത്. അങ്ങനെ നമുക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നടപ്പിൽ ഇല്ലാത്ത, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത ഗുഡ്സിനെ ഫ്യൂച്ചർ ഗുഡ്സ് എന്നുള്ള കാറ്റഗറൈസേഷന് പെടുത്താം. മൂന്നാമത്തേതാണ് കണ്ടിൻജന്റ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഇപ്പോഴുണ്ട്. ഫ്യൂച്ചർ ഗുഡ് ഉറപ്പായിട്ടും ഭാവിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരും. ഇനി ആ കമ്പനിക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം എന്നുള്ളതാണ് എഗ്രിമെന്റ്, കോൺട്രാക്റ്റിനകത്ത് പറയുന്നത്. മേ ഓർ മേ നോട്ട് ബി ഡെലിവേർഡ് എന്നുള്ളതാണ് കണ്ടിൻജന്റ് ഗുഡ്സിന്റെ പ്രത്യേകത. ഇവിടെ അബ്സല്യൂട്ടിന് നേരെ വിപരീതമാണ് കണ്ടിൻജന്റ് എന്നും ഓർത്തിരിക്കാം. ഫ്യൂച്ചർ ഗുഡ്സിലെ എഗ്രിമെന്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്ട് അബ്സല്യൂട്ട് ആയിട്ടുള്ളതാണ്. ആ സാധനം എന്ത് കാരണം കൊണ്ടാണെങ്കിലും എന്ത് തന്നെ ചെയ്തിട്ടായാലും ഫ്യൂച്ചർ ഡേറ്റിൽ ഡെലിവർ ചെയ്യാം. എന്നാൽ കണ്ടിൻജന്റ് ഗുഡ്സിൽ അത് ചിലപ്പോൾ തരാം, തരാതിരിക്കാം. തന്നില്ലെങ്കിൽ പോലും ബയർക്ക് സെല്ലറിനെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കില്ല. ഒരു ഉദാഹരണത്തിന്, വില കൂടിയ ഒരു കാർ, പൃഥ്വിരാജിന്റെ കയ്യിലുള്ള ഒരു BMW കാർ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി ഞാനും നിങ്ങളും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആ കോൺട്രാക്റ്റിന്റെ കണ്ടീഷനിലെ ഗുഡ്സ് കണ്ടിൻജന്റ് ഗുഡ് ആയിരിക്കും. ഞാൻ പറയുന്നത്, എനിക്ക് പൃഥ്വിരാജ് അത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് തരാം. പൃഥ്വിരാജിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ, ഒരു ഉദാഹരണമാണ് കേട്ടോ, എനിക്ക് തരാൻ പൃഥ്വിരാജ് വില്ലിങ് അല്ലെങ്കിൽ എനിക്ക് ആ കാർ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം എന്ന രീതിയിൽ സെയിൽസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് കണ്ടിൻജന്റ് ഗുഡ്സിനുള്ള ഉദാഹരണമാണെന്ന് മനസ്സിലാക്കാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അനുസരിച്ച് കോൺട്രാക്ട് ഓഫ് സെയിലിനെ പറ്റി സ്പെസിഫിക് ആയി പഠിക്കണമെന്ന് സിലബസിൽ പറയുന്നുണ്ട്. എന്താണ് സെയിൽ അല്ലെങ്കിൽ എഗ്രിമെന്റ് ടു സെൽ എന്നുള്ളതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സെയിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഗുഡ്സിന്റെ പൊസഷനും ഓണർഷിപ്പും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സെല്ലറിന്റെ അടുത്തുനിന്ന് നമ്മളൊരു മൊബൈൽ ഫോൺ ഒരു ഷോറൂമിൽ ചെന്ന് വാങ്ങുന്നു. പണം നൽകി മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതൊരു കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. സെയിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട കോൺട്രാക്റ്റിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. എന്നാൽ എഗ്രിമെന്റ് ടു സെൽ എന്നുള്ളത് ഇനി എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു കോൺട്രാക്ട് ആണ്. ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ടു സെൽ
Agreement to sell becomes a sale when certain conditions are met in a future date. നമ്മൾ പറഞ്ഞ രീതിയിലുള്ള പണം നൽകി കഴിയുമ്പോൾ അതാണ് ഒരു പ്രധാന കണ്ടീഷൻ. അതോടൊപ്പം അസോസിയേറ്റഡ് ക്ലോസും ഉണ്ടാവാം. എഗ്രിമെന്റ് ടു സെൽ സെയിലായിട്ട് മാറുന്നത് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് രണ്ട് പാർട്ടികളും ഫുൾഫിൽ ചെയ്യുമ്പോൾ, അതോടൊപ്പം അതൊരു ഫ്യൂച്ചർ ഡേറ്റിനായിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മളൊരു കാർ കമ്പനിയിൽ, ഒരു കാർ ഷോറൂമിൽ പോയി പണം നൽകി കാർ ബുക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എഗ്രിമെന്റ് ടു സെൽ എന്നുള്ള രീതിയിലെ കോൺട്രാക്റ്റ് ആണ്. നമുക്കൊരു നിശ്ചിത തീയതിയിൽ കാർ ഡെലിവർ ചെയ്യാം എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ മുഴുവൻ പണവും അടച്ചാൽ പോലും പൊസഷൻ ഇപ്പോഴും കാർ ഷോറൂംകാരുടെ കയ്യിലോ കമ്പനിയുടെ കയ്യിലോ ആയിരിക്കും. ഓണർഷിപ്പ് മാത്രമാണ് നമ്മുടെ കയ്യിലേക്ക് മാറുന്നത്. ഓണർഷിപ്പും പൊസഷനും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ മുഴുവൻ പണം നൽകുന്നത് വരെ ചില കമോഡിറ്റീസ് നമ്മൾ വാങ്ങുമ്പോൾ, ചില ഗുഡ്സ് വാങ്ങുമ്പോൾ പണം മുഴുവൻ നൽകിയാൽ മാത്രമേ ഓണർഷിപ്പ് ബയറിന്റെ അടുത്തേക്ക് ആവുകയുള്ളൂ. അതുവരെ പണം മുഴുവനായി നൽകുന്നത് വരെ പൊസഷൻ ബയറിന്റെ അടുത്ത് ആണെങ്കിൽ പോലും അതിന്റെ ഓണർഷിപ്പ് ബയർക്കല്ല. തിരിച്ചും സംഭവിക്കാം. മൊബൈൽ ഫോൺ കടയിൽ നിന്ന് ഞാനൊരു ഫോൺ വാങ്ങുന്നു. ഫോൺ വാങ്ങിയതിന് ശേഷം ഞാനൊരു സുഹൃത്തിനെ കണ്ടിട്ട് വന്ന് ഈ ഫോൺ ഈ കടയിൽ നിന്ന് എടുത്തുകൊള്ളാന്ന് പറഞ്ഞ് നമ്മൾ ആ കടയിൽ വെച്ചിട്ട് പോയി. അപ്പോൾ ഓണർഷിപ്പ് നമുക്കാണ്, പൊസഷൻ മാത്രമാണ് കടയുടെ ഉടമസ്ഥന്റെ കയ്യിലുള്ളത്. അവിടെ ഉത്തരവാദിത്തമാർക്ക. ഇപ്പോൾ ആ മൊബൈൽ ഫോൺ മോഷണം പോയി, ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് പൈസ മുഴുവൻ കൊടുത്തു. ആ ഫോൺ നമ്മൾ വാങ്ങി കടയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. അത് അവിടുന്ന് മോഷണം പോയാൽ ഉത്തരവാദിത്തം ബയർക്കാണ്. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിന്റെ കേസിൽ നമുക്കൊരു കാർ തരാം എന്നവർ പറഞ്ഞു, പണം വാങ്ങി, ഡെലിവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാറിന് ഒരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അത് സെല്ലറുടെ ഉത്തരവാദിത്തമായിരിക്കും. സെയിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. എഗ്രിമെന്റ് ടു സെല്ലിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ നിയമപരമായ ഒരു ടേമാണ് ജസ്റ്റ് ഇൻ റം എന്നുള്ളത്. സെയിൽ നടന്നു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ എല്ലാത്തരം റൈറ്റുകളും വാങ്ങിയ ആൾക്ക് കിട്ടുകയാണ്. എന്നാൽ എഗ്രിമെന്റ് ടു സെല്ലിൽ ജസ്റ്റ് ഇൻ പെർസോണം എന്ന് പറയുന്ന റൈറ്റ് മാത്രമേ വാങ്ങിയ ആൾക്ക് കിട്ടുന്നുള്ളൂ. അവിടുത്തെ റൈറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഒരാൾക്കെതിരെ മാത്രം. ജസ്റ്റ് ഇൻ റം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ്, ഈ ലോകത്ത് മറ്റാരോടും ഈ വസ്തുവിനെ പറ്റിയുള്ള അവകാശം തനിക്കാണെന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ ജസ്റ്റ് ഇൻ പെർസോണത്തിൽ ആരാണോ ആ വസ്തു വിൽക്കാമെന്ന് സെല്ലറായി കോൺട്രാക്ട് എഗ്രി ചെയ്ത ആൾക്കെതിരെ മാത്രമേ നിയമ നടപടികളോ മറ്റെന്ത് അവകാശവാദമോ ഉന്നയിക്കാൻ എഗ്രിമെന്റ് ടു സെൽ എന്ന കേസിൽ ബയർക്ക് സാധിക്കുള്ളൂ. നമ്മുടെ ഉദാഹരണം പരിഗണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു മാരുതി കാർ വാങ്ങാനായി മാരുതിയുടെ ഷോറൂമിലാണ് പോയതെങ്കിൽ ആ കാറിന്റെ ഉടമസ്ഥതയെ പറ്റി അല്ലെങ്കിൽ ആ കാറിനെ ഞാൻ വാങ്ങിയതിനെ പറ്റിയുള്ള തർക്കത്തിൽ ആ കാർ ഡീലറുമായിട്ട് മാത്രമേ എനിക്ക് നിയമ നടപടികൾക്ക് സാധൂകരണമുള്ളൂ. എന്നാൽ സെയിൽ നടന്നു കഴിഞ്ഞാൽ, ആ കാറിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ ആ കാറിന്റെ ഉടമസ്ഥതയെ പറ്റി ഈ മുഴുവൻ ലോകത്തോട്, ഈ ഹോൾ വേൾഡിലുള്ള ആർക്കെതിരെയും എന്തെങ്കിലും പരാതികൾ ഉന്നയിക്കാൻ എനിക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് കോൺട്രാക്ട് ഓഫ് സെയിലിലെ രണ്ട് ഭാഗങ്ങളായ സെയിലും എഗ്രിമെന്റ് ടു സെല്ലും തമ്മിലുള്ള വ്യത്യാസമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഡോക്ട്രിൻ ഓഫ് കാവേറ്റ് എംറ്റർ എന്നുള്ളതാണ് അടുത്ത ഭാഗം. ദി ഡോക്ട്രിൻ ഓഫ് കാവേറ്റ് എംറ്റർ മീൻസ് ബയർ ബിവെയർ. It basically conveys the message that the buyer must protect his or her own interests when making a purchase or transaction. Sale of Goods Act 1930 അനുസരിച്ച് വാങ്ങുന്ന ആൾ ബിവെയർ ആയിരിക്കണം. എന്ത് കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുന്നത്, എന്താണ് വാങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കി സ്വന്തം ഇൻട്രസ്റ്റ്, സ്വന്തം ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള കടമ വാങ്ങുന്ന ആൾക്കാണെന്ന് നിയമം അനുശാസിക്കുന്നതിനെയാണ് ഡോക്ട്രിൻ ഓഫ് കാവേറ്റ് എംറ്റർ എന്ന് പറയുന്നത്. The phrase is often used in real estate transactions, but it can apply to other goods and some services as well. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷനിൽ വരുന്ന എല്ലാത്തിനും ഡോക്ട്രിൻ ഓഫ് കാവേറ്റ് എംറ്റർ അപ്ലിക്കബിൾ ആണ്. രണ്ട് സെറ്റ് ആൾക്കാരാണ് ഒരു സെയിലിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ടു സെൽ, എഗ്രിമെന്റ് ടു സെല്ലിനകത്ത് ഉള്ളത്, സെല്ലറും ബയറും. രണ്ട് കൂട്ടർക്കുമുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ, പണം ലഭിക്കാത്ത സെല്ലറുടെ റൈറ്റ്സ് ആണ്. സ്യൂട്ട് ഫോർ പ്രൈസ്, ആ വസ്തുവിന്റെ വിറ്റ ഗുഡ്സിന്റെ വില കിട്ടുവാൻ വേണ്ടി പരാതി നൽകാം. സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്, ഇപ്പോൾ ഡെലിവർ ചെയ്യാൻ ചെന്നപ്പോൾ ആ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അതിനെതിരെ പരാതിപ്പെടാൻ സാധിക്കും. 100 ലിറ്റർ പാല് ഒരു പ്രത്യേക ആവശ്യത്തിന് ഒരു വ്യക്തി വാങ്ങാമെന്ന് സമ്മതിച്ചു. എന്നാൽ പാലുമായി ചെന്ന ദിവസം അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ പാൽ ആവശ്യമില്ല. 100 ലിറ്റർ പാല് വിൽക്കാൻ വേറൊരാളെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് അസാധ്യവുമാണ്. ആ പാൽ അങ്ങനെ സ്പോയിലായി പോയേക്കാം. അങ്ങനെ പോകുന്ന കേസിൽ എന്ത് ഡാമേജ് ആണോ ഉണ്ടായത് അതിന് സെല്ലർക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്.
സാധുകരണമില്ലാത്ത കാരണങ്ങളാൽ ആണെങ്കിൽ. അടുത്തതാണ് സ്യൂട്ട് അഗെയിൻസ്റ്റ് റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞതാണ്, ഒരു കോൺട്രാക്ട് അതിന്റെ ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് യൂണിലാറ്ററലായിട്ട് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ സെല്ലർ ഈ കോൺട്രാക്ട് സെൽ എന്നുള്ളതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുൻപായാൽ പോലും സെല്ലറിന് കോടതിയെ സമീപിക്കാനായി സാധിക്കും. നമ്മളൊരു വസ്തു 30-ാം തീയതി വാങ്ങാം എന്നുള്ള എഗ്രിമെന്റിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. ആ കോൺട്രാക്ട് 15-ാം തീയതി ആകുമ്പോൾ ഞാൻ ആ സാധനം വാങ്ങുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള സെല്ലറിന് കോർട്ടിനെ സമീപിക്കാം. അടുത്തതാണ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ഈ നാശനഷ്ടങ്ങൾ വരുത്തിയതിന് അല്ലെങ്കിൽ പേയ്മെന്റ് ഡിലേ ആയതിനുള്ള പലിശ ലഭിക്കണമെന്നുള്ളതും കോടതിയെ സമീപിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി വാങ്ങുന്ന ആളുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. സ്യൂട്ട് അഗെയിൻസ്റ്റ് ഡാമേജസ് ഓഫ് നോൺ ഡെലിവറി. പ്രോമിസ് ചെയ്ത സാധനങ്ങൾ ഡെലിവർ ചെയ്തില്ലെങ്കിൽ, എനിക്ക് 30-ാം തീയതി ഒരു വസ്തു വേണം, ഞാനൊരു 100 സ്കൂൾ ബാഗുകളാണ് ജൂണിൽ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്, എന്നാൽ ജൂണിൽ ഡെലിവറി നൽകിയില്ല. എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുകയാണ്. എനിക്ക് ആ ബാഗുകൾ 100 രൂപ ലാഭത്തിൽ വിറ്റാൽ 100 × 100 10,000 രൂപയുടെ ലാഭം കിട്ടുമായിരുന്നു. ഈ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാഞ്ഞതുകൊണ്ട് എനിക്ക് അവിടെ ആ 10,000 രൂപ നഷ്ടമായി. അതിനെതിരെ എനിക്ക് കോടതിയിൽ പോകാൻ സാധിക്കും. അടുത്തതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഒരു പ്രത്യേക രീതിയിൽ കോൺട്രാക്ട് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഗുഡ്സിന്റെ പെർഫോമൻസ് ക്രൈറ്റീരിയ കോൺട്രാക്ട് അനുസരിച്ച് മീറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതിനെതിരെയും പരാതിപ്പെടാം. മൂന്നാമത്തേതാണ് സ്യൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് വാറന്റി. പ്രോമിസ് ചെയ്തിരുന്ന വാറന്റി നൽകാതിരുന്നാലും കോടതിയെ സമീപിക്കാം. സ്യൂട്ട് അഗെയിൻസ്റ്റ് റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഈ 2 കാര്യങ്ങളും മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഇതും അടുത്ത പോയിന്റ് ആയിട്ടുള്ള സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. സെല്ലർക്ക് പരാതിപ്പെടാവുന്നത് പോലെ തന്നെ ബയർക്കും ഈ കാര്യത്തിൽ സെല്ലർക്കെതിരെ ഇത് ഡിഫോൾട്ട് ചെയ്താൽ പരാതിപ്പെടാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തത്. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.